ഹവാല ഇടപാട് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാത്രമല്ല, മരുമകനും മുൻ മന്ത്രിയും എംഎൽഎയുമായ മുഹമ്മദ് റിയാസും അന്വേഷണ വലയത്തിൽ CPMന് ആധി തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള ED നീക്കവും അവർ പുറത്തുവിട്ട ഹവാല ഇടപാടിലടക്കം വിരൽ ചൂണ്ടുന്ന വിവരങ്ങളും CPMനെ കുഴപ്പത്തിലാക്കുന്നു. വീണയുടെ ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസും EDയുടെ അന്വേഷണ വലയത്തിലാണെന്ന ആധിയിലാണ് പാർട്ടി. മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിന്റെ മകൾക്കും മരുമകനുമാണ് അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കുരുക്ക്. പാർട്ടിക്ക് കൈയൊഴിഞ്ഞു നിൽക്കാനുമാകില്ല. വീണയ്ക്കെതിരെയുള്ള ഏതൊരു നീക്കവും പാർട്ടിക്കെതിരെയുള്ള നീക്കം കൂടിയാണെന്ന മുൻ നിലപാടിൽ നിന്നും അതേസമയം CPM തന്ത്രപരമായി പിന്നോട്ട് പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ ED റെയ്ഡിനു പിന്നാലെ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിനു ശേഷമാണ് ഈ വീണ്ടും വിചാരം. തന്നോട് ED ഒന്നും തന്നെ ചോദിച്ചില്ലെന്നാണ് അതിനുശേഷം അന്ന് പിണറായി പ്രതികരിച്ചത്. പിന്നെ ആർക്കു വേണ്ടിയാണ് EDയെ ആക്രമിച്ച് നാണം കെട്ടതെന്ന ചോദ്യം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി. കേന്ദ്ര നേതൃത്വം നടപടിയോട് വിയോജിക്കുകയും ചെയ്തു. അതിനുശേഷം വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴുൾപ്പെടെ സംയമനം പാലിക്കുകയാണ് പാർട്ടി ചെയ്തത്. EDയുടെ പുതിയ നീക്കത്തെയും അവർ പുറത്തുവിട്ട വിവരങ്ങളെയും പാർട്ടി വളരെ ശ്രദ്ധയോടെയാണ് സമീപിക്കുന്നത്. അതേസമയം മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടുള്ള നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് CPM. കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗവും തീരുമാനിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിക്കുമെന്ന സൂചന പാർട്ടിക്കുമുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ K രാധാകൃഷ്ണനെതിരെ കരുവന്നൂർ കേസിൽ EDയുടെ നീക്കം നടന്നപ്പോൾ പാർട്ടി പ്രതിരോധിച്ചതിന്റെ തുടർച്ചയായാണ് റിയാസിന് സംരക്ഷണം തീർക്കുന്നതെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടി. റിയാസുമായി ബന്ധമുള്ളവരുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ അപലപിച്ചപ്പോൾ തന്നെ വീണയ്ക്കെതിരെ പുറത്തുവന്ന കാര്യങ്ങളെക്കുറിച്ച് അക്കൂട്ടത്തിൽ പറയാതിരിക്കാനുള്ള ജാഗ്രത സംസ്ഥാന സെക്രട്ടറി പുലർത്തി. CPMന്റെ വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട് വേദിയാകാൻ പോകുമ്പോഴാണ് അതേ നഗരത്തിൽ പാർട്ടിക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം നടക്കുന്നത്. വീണയുടെ കൈയെഴുത്തു കണക്കുകളാണ് തെളിവായി ED കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ജെയിൻ ഹവാല കേസിലും SR സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേസിലും കൈയെഴുത്ത് രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ സാമ്പത്തിക കുറ്റം ചുമത്താൻ കഴിയില്ലെന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തതെന്ന് ചൂണ്ടിക്കാട്ടുന്ന പാർട്ടി കേന്ദ്രങ്ങളുമുണ്ട്.